എടോ ഞങ്ങൾക്ക് ഈ താല്പര്യമില്ല കാണുന്നതിനെന്താ പ്ലീസ് ഒന്ന് ജസ്റ്റ് അപ്പൊ നമുക്ക് നോക്കാല്ലേ. ഭഗവാനെ ഗുരുവായൂരപ്പാ, ഇന്ന് 1-ാം തീയതി ആയിട്ട് നല്ല ഐശ്വര്യമുള്ള ഒരു കൈനീട്ടം വന്ന് കേറണേ. നിന്നോടൊരു കാര്യം പറയാനല്ലോ. അപ്പൊ എല്ലാവർക്കും നമസ്കാരം. കാറിന്റെ അകത്താണ്, സീക്രട്ട് ഏജന്റ് ഒന്നും അല്ല കേട്ടോ. അസൂയ നാട്ടുകാർക്ക് മുഴുവൻ എന്നോടും അച്ഛനോടും അസൂയ. നോക്കിയോ, നാട്ടുകാർ കാണാൻ പോണേ ഉള്ളൂ. സോ നമ്മുടെ സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ ബിഗ് ബോസിന്റെ അകത്ത് വൈൽഡ് കാർഡായിട്ട് പോയതായിട്ട് അറിഞ്ഞു. ഇവിടുത്തെ മോർച്ചറിയിൽ ഒരു ശവം കൂടി ഞാൻ കേട്ടു. കൂടെ നന്നായി കളിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു, അതിഗംഭീരമായിട്ട് കളിക്കുന്നതായിട്ട് ഞാൻ അറിഞ്ഞു. കളിയാക്കല്ലേ. ക്ഷമിക്കണം, ഉപദ്രവിക്കരുത്, ജീവിതമാണ്. ഈ ഒരു 3 വർഷം ബിഗ് ബോസ് പുള്ളിക്കാരന്റെ വണ്ടിക്കകത്ത് ഇരുന്ന് ഓരോരുത്തരെയും ക്രിട്ടിസൈസ് ചെയ്ത് എന്നെയൊക്കെ നല്ലതായിട്ട് വലിച്ചു കയറിയിട്ടുണ്ട്. നീ പകപോക്കാണല്ലേടാ. എടാ ഒരറ്റംപ്റ്റ് ചീറ്റ് എന്ന് വിചാരിച്ച് നീ ഇങ്ങനെ നിരാശപ്പെടാതെ. നിരാശയല്ലടാ, നിന്നെ പോലത്തെ ഒരു മരമണ്ടന്റെ കൂടെ ഇങ്ങനെ ഒരു മണ്ടത്തരത്തിന് ഇറങ്ങി തിരിച്ചല്ലോ എന്ന് ഓർത്ത് ചെയ്തു പോയത്. ഭാര്യണ്ണ വണ്ടിക്കകത്തിരുന്ന് എന്തെങ്കിലും വളവിളാന്ന് പറയുന്ന കണക്കല്ല ഫീൽഡിൽ ഇറങ്ങി കളിക്കുന്നത് കേട്ടോ. ഇപ്പോഴാണ് നീ ശരിക്കും ശശിയായത്. അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴേ അറിയൂ, പറഞ്ഞാൽ അനുസരിക്കൂലല്ലോ, അനുഭവിക്കുക. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. അമർത്തിയോ? അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് ഉപകാരം. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.